ടു മൈ ചാനൽ. 13/9/2025 ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി വരുന്ന PSC പരീക്ഷകൾ, RRB, SSC എന്നീ പരീക്ഷകളിൽ ഉറപ്പായും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ആനുകാലിക ചോദ്യങ്ങൾ. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി? ഉത്തരം: സുശീല കാർക്കി. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ഉത്തരം: സുശീല കാർക്കി. അടുത്ത ചോദ്യം: ജൻസി വിപ്ലവം നടന്ന രാജ്യം? ഉത്തരം: നേപ്പാൾ. ജൻസി വിപ്ലവം നടന്ന രാജ്യം നേപ്പാൾ. നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കി. ജൻസി വിപ്ലവം നടന്ന രാജ്യം നേപ്പാൾ. അടുത്ത ചോദ്യം: ഉല്ലാസ് പദ്ധതിക്ക് സാക്ഷരത നേടിയ നാലാമത്തെ സംസ്ഥാനം? ഉത്തരം: ഹിമാചൽ പ്രദേശ്. ഉല്ലാസ് പദ്ധതിക്ക് സാക്ഷരത നേടിയ നാലാമത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം: ടൊറന്റോ ചലച്ചിത്രമേള പ്രൈം ടൈം നിലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പരമ്പര? ഉത്തരം: ഗാന്ധി. ടൊറന്റോ ചലച്ചിത്രമേള പ്രൈം ടൈം നിലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പരമ്പര? ഉത്തരം: ഗാന്ധി. അടുത്ത ചോദ്യം: 2025 ഫ്രഞ്ച് കിരീടം നേടിയത്? ഉത്തരം: കാർലോസ് അൽക്കാരസ്. 2025 ഫ്രഞ്ച് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി ആന്ധ്രാപ്രദേശ്. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി ആന്ധ്രാപ്രദേശ്. 2025 ഫ്രഞ്ച് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം: ഷീൽഡ് സീനേഴ്സ് എന്ന നൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ തിരഞ്ഞെടുത്തത്? തേജസ്വി മനോജ്. ഷീൽഡ് സീനേഴ്സ് എന്ന നൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജ്. ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻസ് സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം: നരേന്ദ്ര മോദി. ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻസ് സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോദി. അടുത്ത ചോദ്യം: സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025 ഒന്നാമതെത്തിയത്? ഉത്തരം: ഇൻഡോർ. സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025 ഒന്നാമതെത്തിയത്? ഉത്തരം: ഇൻഡോർ. ഷീൽഡ് സീനേഴ്സ് എന്ന നൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജ്. ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻസ് സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം: നരേന്ദ്ര മോദി. സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025 ഒന്നാമതെത്തിയത്? ഉത്തരം: ഇൻഡോർ. സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025 ഒന്നാമതെത്തിയത് ഇൻഡോർ. അടുത്ത ചോദ്യം: ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം? ഉത്തരം: ഇന്ത്യ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം ചൈന. ലോകത്തിലെ ഒന്നാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ചൈന. രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം: അടുത്തിടെ വാർത്തകളിൽ വന്ന അംഗീകാർ 2025 ക്യാമ്പയിൻ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ഉത്തരം: ഭവന നഗര കാര്യ മന്ത്രാലയം. അടുത്തിടെ വാർത്തകളിൽ വന്ന അംഗീകാർ 2025 ക്യാമ്പയിൻ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ഉത്തരം: ഭവന നഗര കാര്യ മന്ത്രാലയം. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സുശീല കാർക്കി. ജൻസി വിപ്ലവം നടന്ന രാജ്യം നേപ്പാൾ. ഉല്ലാസ് പദ്ധതിക്ക് സാക്ഷരത നേടിയ നാലാമത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ടൊറന്റോ ചലച്ചിത്ര പ്രൈം ടൈം നിലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പരമ്പര? ഉത്തരം: ഗാന്ധി. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 2025 ഫ്രഞ്ച് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 ഫിഡെ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി ആന്ധ്രാപ്രദേശ്. ഷീൽഡ് സീനേഴ്സ് എന്ന നൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിൻ കിഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് തേജസ്വി മനോജ്. ബൈറാബി സൈരംഗ് റെയിൽവേ ലൈൻസ് സെപ്റ്റംബർ 13 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്ര മോദി. സ്വച്ഛ വായു സർവേക്ഷൺ അവാർഡ് 2025 ഒന്നാമതെത്തിയത് ഇൻഡോർ.
ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപ്പാദക രാജ്യം ഇന്ത്യ. അടുത്തിടെ വാർത്തകളിൽ വന്ന അംഗിക 2025 ക്യാമ്പയിൻ ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? ഭവന നഗര കാര്യ മന്ത്രാലയം. താങ്ക് യു.